ദാമ്പത്യത്തിലെ സ്വരച്ചേർച്ചയില്ലായ്മ പല കുടുംബങ്ങളിലും ജീവിതം നരകതുല്യമാക്കാറുണ്ട്. തിരുവനന്തപുരം വിഴിഞ്ഞം വെണ്ണിയൂരിൽ ഭാര്യയുമായുള്ള പ്രശ്നങ്ങളെ തുടർന്ന് യുവാവ് വീട് പൊട്ടിപ്പോയതോടെ ഇരട്ടക്കുട്ടികളടക്കം പെരുവഴിയിലായി. യുവതിയും കുട്ടികളും പുറത്തുപോയ സമയത്താണ് സർക്കാർ ഉദ്യോഗസ്ഥനായ ഭർത്താവ് വീട് പൂട്ടി സ്ഥലം വിട്ടത്. ഇതിലൊരു കുട്ടി വൃക്കരോഗബാധിതയാണ്. രാത്രി വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനിലാണ് കുടുംബം അഭയം തേടിയത്. ഭർത്താവിനെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ലെന്നും സംഭവത്തിൽ കേസെടുക്കുമെന്നും വിഴിഞ്ഞം പോലീസ് പറഞ്ഞു. വൃക്കരോഗബാധിതയായ കുട്ടിയടക്കം ഇരട്ടക്കുട്ടികളും മാതാവും കഴിഞ്ഞ ദിവസം പുറത്തുപോയ സമയത്താണ് യുവാവ് വീട് പൂട്ടി സ്ഥലം വിട്ടത്. 29കാരിയും 5 വയസ്സുള്ള കുട്ടികളും ഉച്ച മുതൽ ഭക്ഷണമോ മരുന്നോ കഴിക്കാനാകാതെ ബുദ്ധിമുട്ടിലായി. വിവരമറിഞ്ഞെത്തിയ നാട്ടുകാരാണ് ഇവർക്ക് ഭക്ഷണം വാങ്ങി നൽകിയത്. രാത്രിയോടെ ഇവർ വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനിൽ അഭയം തേടി. വിഴിഞ്ഞം പോലീസ് ഭർത്താവിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും മൊബൈൽ സ്വിച്ച് ഓഫ് ആയിരുന്നു. പോലീസ് ആവശ്യപ്പെട്ടിട്ടും യുവാവിന്റെ ബന്ധുക്കൾ വീട് തുറന്ന് കുട്ടിയുടെ മരുന്നുകളും ചികിത്സാ രേഖകളും എടുത്തു നൽകാൻ പോലും തയ്യാറായില്ലെന്നാണ് ആരോപണം. ഞാൻ കുഞ്ഞുങ്ങൾ അകത്ത് കയറണ്ട എന്നുള്ള ഒരു തീരുമാനത്തിൽ ഡോറെല്ലാം പൂട്ടി. അങ്ങനെ ഞങ്ങൾ ഇവിടെ സ്റ്റേഷൻ വന്നപ്പോഴത്തേക്ക് SI സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചപ്പോഴത്തേക്ക് ഒരു കാരണവശാലും തുറന്നു തരാൻ പറ്റില്ല, കുഞ്ഞുങ്ങൾക്കും എനിക്ക് തുറന്നു തരാൻ പറ്റില്ല, മരുന്നൊന്നുമില്ല, ഈ കുട്ടിക്ക് ഒരു കിഡ്നിയില്ല, ട്രീറ്റ്മെൻറ്റ് SIT ഹോസ്പിറ്റലിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇമ്മ്യൂണിറ്റി പവർ ഒന്നുമില്ല. അപ്പോഴത്തേക്ക് അതിൻ്റെ മെഡിസിനും കാര്യങ്ങളും എല്ലാം വീടിൻ്റെ അകത്താണ്, അതുപോലും തുറന്നെടുത്ത് തരാൻ മനസ്സ് കാണിക്കും. ഞങ്ങൾ കോടതിയിൽ പോയിട്ട് അങ്ങനെ കേസ് നടന്നു കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്ക് ഡോറെല്ലാം പൂട്ടി. മുൻ ഭർത്താവിനെതിരെ ഗാർഹിക പീഡന കേസ് നൽകിയത് സംബന്ധിച്ച് കോടതിയിൽ നിന്നും പ്രൊട്ടക്ഷൻ ഓർഡർ വാങ്ങിയിരുന്നുവെന്ന് യുവതി പറഞ്ഞു. ഈ ഓർഡർ കാലാവധി നീട്ടിക്കിട്ടാനായി കോടതിയിൽ പോയപ്പോഴാണ് വീട് പൂട്ടി ഭർത്താവ് കടന്നത്. യുവാവിനെയോ ബന്ധുക്കളെയോ വിളിച്ചു വരുത്തി സമവായത്തിലെത്തിക്കാൻ ശ്രമിക്കുന്നുവെന്നും ഇല്ലെങ്കിൽ യുവാവിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുമെന്നും വിഴിഞ്ഞം പോലീസ് പറഞ്ഞു. News 18 നെയ്യാറ്റിൻകര.